3 കോർപ്പറേഷനുകൾ പിടിച്ചെടുത്ത അട്ടിമറി വിജയം നേടുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം. കൈവിട്ടുപോയ കൊച്ചി, തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കുക എന്നതാണ് പ്രധാന അജണ്ട. അതിനായി അക്ഷീണം പ്രവർത്തിക്കുകയാണ് അണികൾ. ഓരോ ദിവസം കഴിയും തോറും UDF-ലേക്കുള്ള ആളുകളുടെ വരവും അതിനനുസരിച്ച് കൂടി വരികയാണ്. ഇപ്പോഴിതാ കൊച്ചി കോർപ്പറേഷനിൽ കഴിഞ്ഞ 5 വർഷവും LDF-നെ പിന്തുണച്ച മുസ്ലിം ലീഗ് വിമത കൗൺസിലർ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കൽവത്തി കൗൺസിലർ TK അഷ്റഫാണ് ലീഗിൽ ചേർന്നിരിക്കുന്നത്. അഷ്റഫിന് കലൂർ സീറ്റ് നൽകാൻ ലീഗിൽ ധാരണയായിട്ടുണ്ട്. താൻ എന്നും ലീഗുകാരനാണെന്നും അഷ്റഫ് പറയുകയാണ്. LDF-ന് പിന്തുണ കൊടുക്കുമ്പോഴും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ഞാൻ എൻ്റെ ജന്മ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. എന്നെ ഞാനാക്കിയ ജന്മനാട്ടിലേക്കാണ് വരുന്നത്. എൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാകും പാർട്ടി എന്നെ 2 കൈയും നീട്ടി സ്വീകരിച്ചത് എന്നും അദ്ദേഹം പറയുകയാണ്. കലൂരിൽ മത്സരിക്കാനാണ് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മട്ടാഞ്ചേരിക്കാരനാണെങ്കിലും ഫോർട്ട് കൊച്ചിയിലും 20 വർഷം കൗൺസിലറും 2 വർഷം ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു അഷ്റഫ്. തന്റെ പരിചയസമ്പന്നത കലൂരിലെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നാണ് കരുതുന്നത് എന്ന് കൂടി മുസ്ലിം ലീഗിൽ ചേർന്നുകൊണ്ട് അഷ്റഫ് പറയുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഒരുപാട് പേരാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം പാലോട് പെരിങ്ങമലയിൽ CPM നേതാവ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയിരുന്നു. വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പെരിങ്ങമല പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി ചെയർമാനുമായിരുന്ന റിയാസ് ആയിരുന്നു കോൺഗ്രസിൽ വന്നത്. സമീപകാലത്തായി പെരിങ്ങമല പഞ്ചായത്തിലെ CPM-ൽ കച്ചവട രാഷ്ട്രീയമാണ് നടക്കുന്നതെന്നും കൂട്ടുകച്ചവട സംഘവുമായി ചേർന്ന് പോകാനാകില്ല എന്നും ആരോപിച്ചാണ് റിയാസ് പാർട്ടിയിൽ നിന്നും ഇറങ്ങിയത്. റിയാസിനൊപ്പം പ്രദേശത്തെ 75 പേരും പാർട്ടി വിട്ടു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ റിയാസിനെ നേതാക്കളായ MM ഹസനും പാലോട് രവിയും ശരത് ചന്ദ്രപ്രസാദും KP ശ്രീകുമാറും N ശക്തനും PK വേണുഗോപാലും സുധീർ ഷാ പാലോട് തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത്. കൂടാതെ CPI ലോക്കൽ കമ്മിറ്റി അംഗം ഇരുമ്പ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരും ബഹുജന സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെ 50-ലധികം പേർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നുവെന്നും അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന CPI മുൻ നേതാവ് മീനകൽ കുമാർ പറഞ്ഞിരുന്നു. മുൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ ജയൻ, ഷീജ, AYFI മുൻ മേഖലാ സെക്രട്ടറി അമൽ, AYFI മുൻ അഖില ജോയിന്റ് സെക്രട്ടറി മിഥുൻ, ബാബു തുടങ്ങിയവരായിരുന്നു CPI വിട്ട് കോൺഗ്രസിൽ ചേർന്നതെന്നും മീനകൽ കുമാർ വെളിപ്പെടുത്തിയിരുന്നു. DCC ജനറൽ സെക്രട്ടറി N ജയമോഹൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഉഖൈസ് ഖാൻ, ജ്യോതിഷ് കുമാർ, ഹൊസൈൻ കുഞ്ഞ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കളത്തറ മധു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇവരെ സ്വീകരിച്ചിരുന്നു. ഒരുപാട് പേരെ കോൺഗ്രസിലേക്ക് എത്തുന്നതിൽ ഇത്തവണ മുന്നണി വിജയം നേടിയിട്ടുണ്ട്. എറണാകുളം, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് UDF ഭരണമുള്ളത്. ഇന്ന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കുന്ന കാലത്തിലേക്കുള്ള പോരാട്ടമാണ് UDF നടത്താൻ പോകുന്നത്.